പ്പെട്ടുള്ള കൂടുതൽ പ്രതികരണത്തിലേക്ക് ഇപ്പോൾ മന്ത്രി GR അനിൽ, സ്ഥലം MLA കൂടിയാണ്, അദ്ദേഹത്തിന്റെ പ്രതികരണം. എനിക്ക് കിട്ടിയ പ്രാഥമിക വിവരം. എന്നാൽ ഗുരുതരമാണോ അല്ലയോ നോക്കാതെ തന്നെ കുറച്ച് പേരെ മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചിട്ടുണ്ട്. 17 പേരെ മെഡിക്കൽ കോളേജിലേക്ക് അയച്ചിട്ടുണ്ട്. ബാക്കിയുള്ള ആളുകൾക്ക് നെടുമങ്ങാട് ആശുപത്രി തന്നെ ചികിത്സ കൊടുക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു. ഇവിടെയൊക്കെ പ്രവേശിപ്പിച്ച ആളുകളുടെ അവസ്ഥ എന്താണ്? ഏത് ഇവിടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ആളുകൾ അകത്ത് ഡോക്ടേഴ്സ് എന്നോട് പറഞ്ഞത് ഗുരുതരമായ അവസ്ഥയല്ല, നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ചികിത്സ കൊടുക്കുകയാണ്. ഗുരുതരമായ ഒരു അവസ്ഥയിലേക്ക് ഇവിടെ വന്ന രോഗികൾ അങ്ങനെ ഉണ്ടായിട്ടില്ലെന്നാണ് പറഞ്ഞത്. പ്രാഥമികമായി കിട്ടിയത് ടൂർ പോകുന്ന കൊടൈക്കനാലിലേക്ക് ടൂർ പോകുന്ന കാട്ടാക്കട പരിസരത്തുള്ള കുടുംബാംഗങ്ങളാണ്. അതിൽ കൂടുതലും കുട്ടികളായിരുന്നു. കാട്ടാക്കടയിൽ നിന്ന് നെടുമങ്ങാട് എത്തുന്നവരെയുള്ള യാത്ര തുറന്നേ ഉള്ളൂ. ആ യാത്ര ഇടയ്ക്ക് വെച്ചാണ് ഈ സംഭവിച്ചത്. അതെനിക്കതറിയില്ല. സ്ഥലം MLAയും മന്ത്രിയുമായ GR അനിലാണ് ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. 17 പേരെയാണ് നിലവിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ആരുടെയും നില ഗുരുതരമല്ല എന്നുള്ള ആശ്വാസകരമായ വാർത്ത കൂടി ഇപ്പോൾ വരുന്നുണ്ട്. ഈ ടൂറിൽ ഉണ്ടായിരുന്നത് കൂടുതൽ പേരും കുട്ടികളാണ് എന്നാണ് ഇപ്പോൾ മന്ത്രി നമ്മളോട് പങ്കുവച്ച വിവരം. അതോടൊപ്പം തന്നെ ഈ ടൂർ പുറപ്പെട്ടത് കുറെ കുടുംബാംഗങ്ങൾ ഒരുമിച്ച് ചേർന്നാണ് ഈ യാത്ര പുറപ്പെട്ടതെന്നാണ് മനസ്സിലാക്കുന്നത്. മൂന്നാറിലേക്കുള്ള ടൂർ എന്നാണ് മുൻപ് പറഞ്ഞെങ്കിൽ ഇപ്പോൾ ഇത് കൊടൈക്കനാലിലേക്കുള്ള യാത്രയാണ് എന്നാണ് മന്ത്രി പറഞ്ഞത്. ഈ അപകടവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമായി വരുന്നതേ ഉള്ളൂ. നിലവിൽ 17 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. കൂടുതൽ വിശദാംശങ്ങളുമായി സലിം മാലിക് ചേരുന്നുണ്ട്. സലിം, 17 പേരെയാണ് ആശുപത്രിയിൽ എത്തിച്ചിരിക്കുന്നത്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല എന്നുള്ള ആശ്വാസകരമായ വാർത്തയാണ് ഇപ്പോൾ മന്ത്രി പങ്കുവച്ചത്. എന്താണ് ഡോക്ടേഴ്സ് പറയുന്നത്? പ്രവിധ, നമ്മളിപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കാണ് നിൽക്കുന്നത്. ഇവിടേക്ക് ഓരോ നിമിഷവും ഇങ്ങനെ ആളുകൾ ഇവിടെ കൂടുതലായി കൊണ്ടുവരികയാണ്. മന്ത്രി സംസാരിച്ചപ്പോൾ 17 പേരായിരുന്നു ഈ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചത്. അതിനുശേഷം പിന്നാലെ 2 പേരെ കൂടി ഇവിടെ എത്തിച്ചു. അങ്ങനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മാത്രം ഇപ്പോൾ 19 പേരെ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. മന്ത്രിയാണ് ഇവിടുത്തെ ഡോക്ടർമാരുമായി സംസാരിച്ചത്. മന്ത്രിയോട് ഈ ഡോക്ടർമാർ വ്യക്തമാക്കിയത് ഈ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ആളുകളുടെ നില അങ്ങനെ ഗുരുതരമല്ല എന്നുള്ളതാണ്. ആശ്വാസകരമായ ഒരു വാർത്ത ആ നിലയിൽ തന്നെ വരുന്നുണ്ട്. നമ്മളിപ്പോൾ വളരെ വേഗത്തിൽ എല്ലാം ദ്രുതഗതിയിലാണ് ഈ മെഡിക്കൽ കോളേജിൽ തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാൻ കഴിയുന്നതും അങ്ങനെയാണ്. വളരെ ദ്രുതഗതിയിൽ ഇത്തരത്തിലുള്ള രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. അതിനായി പ്രത്യേക മെഡിക്കൽ ടീമിനെ സജ്ജമാക്കാൻ ആരോഗ്യമന്ത്രി തന്നെ നിർദ്ദേശം നൽകിയിരുന്നു. അതനുസരിച്ച് ആ വേഗതയിൽ തന്നെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. മിനിസ്റ്റർ, ഇപ്പോൾ 19 പേരെ ഇവിടെ എത്തിച്ചു എന്നാണ് തോന്നുന്നത്. 17 പേരായിരുന്നു നേരത്തെ നമ്മൾ സംസാരിക്കുന്നത്. ഇപ്പോൾ അതിനുശേഷം പിന്നീട് 2 പേരെ കൂടി 17 പേരെ അവിടെ നിന്ന് ഇങ്ങോട്ട് അയച്ചതാണ്. ഇനി എത്തിയില്ല. എല്ലാവരും എത്തി. ഞങ്ങൾ അകത്ത് കയറി കാണുമ്പോൾ 7 പേര് കിടക്കുകയാണ്. 7 പേരെ ചികിത്സ നടന്നുകൊണ്ടിരിക്കും. 2 കുട്ടികൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ പ്രാഥമിക ചികിത്സ കഴിഞ്ഞ് അവിടെ നിൽക്കുകയാണ്. അതാണ് ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ള അവസ്ഥ. ക്ലാരിഫിക്കേഷൻ വേണ്ടി ചോദിക്കണം. അതായത് ഈ അവിടെ നിന്നും 17 പേരെയാണ് ഇവിടേക്ക് അയച്ചിരിക്കുന്നത്. അപ്പോൾ പരിക്ക് ഏറ്റവും അധികം ഗുരുതരമായ 17 പേരെ ആയിരിക്കുമല്ലോ ഇവിടേക്ക് അയച്ചിരിക്കുന്നത്. മുറിവില്ലാതെ ഒരാളാണ് മരണപ്പെട്ടതിലൊരാൾ ഇപ്പം മരണപ്പെട്ടത്. അപ്പം നല്ല അടി കൊണ്ട് തലയ്ക്ക് ക്ഷതമേറ്റതായിരിക്കാമെന്നാണ് സാധ്യത. അതുകൊണ്ട് അത്തരത്തിലുള്ള അബോധാവസ്ഥയോ അല്ലെങ്കിൽ അതുപോലത്തെ ലക്ഷണമുള്ളവരെല്ലാം മെഡിക്കൽ കോളേജിലേക്ക് അയക്കുകയും ബാക്കിയുള്ള ആളുകൾ നെടുമങ്ങാട് പ്രാഥമിക ചികിത്സ നടത്തുകയും അവിടെ മുനിസിപ്പൽ ചെയർമാൻ അവിടെ സ്പോട്ടിൽ നിൽപ്പുണ്ട്. പോലീസ് DYSP അടക്കമുള്ള ആളുകൾ സംഭവ സ്ഥലത്ത് നിന്ന് ഈ രക്ഷാപ്രവർത്തനം നേതൃത്വം കൊടുക്കുകയാണ്. രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകരെല്ലാം ആ പ്രവർത്തനങ്ങളിൽ അറിഞ്ഞ ഉടൻ തന്നെ ഇടപെടാൻ രംഗത്തിറങ്ങാൻ ആവശ്യമായ നിർദ്ദേശം ഞാൻ നൽകുകയുണ്ടായി. ഇപ്പോൾ ഇവിടേക്ക് പ്രവേശിപ്പിച്ച ആളുകളെ ഡോക്ടർമാരോട് സംസാരിച്ചു. ഞങ്ങൾ 3 പേര് സംസാരിച്ചു. ഞങ്ങൾ നേരിട്ട് കണ്ടു. അപകടകരമായ ഒരു അവസ്ഥയില്ലാന്ന് അവർ പറഞ്ഞു. അപ്പോൾ ഒരു മരണം ഒഴിച്ചാൽ ഒരു ആശ്വാസകരമായ വാർത്ത തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്താണ് പ്രതീക്ഷിക്കുന്നത്? നമ്മുടെ മുന്നിൽ കിട്ടിയ വിവരം അതാണ്. എന്താണെന്ന് ഡോക്ടർമാർ പറയുന്നതനുസരിച്ച് നമുക്ക് മറുപടി പറയാൻ കഴിയും. അത് തന്നെയാണ് പ്രവിധ. അതായത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മന്ത്രി തന്നെ വ്യക്തമാക്കുന്നത് ഇവിടേക്ക് 17 പേരെ അയച്ചു. ഇവിടേക്ക് 17 പേരെയാണ് മൊത്തത്തിൽ അയച്ചത് എന്നുള്ളതാണ് അവിടെ നിന്നുള്ള വിവരം. നെടുമങ്ങാട് താലൂക്ക് ആശുപത്രിയിലാണ് മറ്റു രോഗികളെ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. അതിൽ തന്നെ ഏറ്റവും ഗുരുതരമായ അവസ്ഥയിൽ ഉണ്ടായേക്കാമെന്ന് സംശയിക്കുന്നവരെയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തത്. അവർക്കായുള്ള രക്ഷാപ്രവർത്തനം അതീവ സജ്ജമായ ഫുൾ സ്വിങ്ങിൽ ഇവിടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നടക്കുന്നുണ്ട്. പക്ഷേ അതിലേറ്റവും പേടിപ്പെടുത്തുന്ന ആശങ്കപ്പെടുത്തിയ ഒരു കാര്യം, നമ്മളിപ്പോൾ മരിച്ചു എന്ന് പറയുന്ന 60-കാരിക്ക്
മന്ത്രിക്ക് പുറമേ പരിക്കൊന്നുമില്ലായിരുന്നു, ഉള്ളിലായിരുന്നു ക്ഷതം. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ അബോധാവസ്ഥയിലുള്ളവരെ കൂടി ഇവിടേക്ക് അയച്ചിരിക്കുന്നത്. നിലവിൽ 17 പേരെ ആകെ ഇവിടേക്ക് അയച്ചതിൽ 10-ലധികം പേർ ഇവിടേക്ക് എത്തി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഞാൻ പറഞ്ഞത് 19 പേർ ഇവിടേക്ക് എത്തി എന്നുള്ളതാണ്, അത് തെറ്റാണ്. 17 പേരെയാണ് ഇവിടേക്ക് അയച്ചത്. ഇപ്പോൾ അതിൽ ഓരോരുത്തരെ ഇവിടേക്ക് എത്തിക്കുകയാണ്. വളരെ വേഗത്തിൽ ആംബുലൻസുകൾ വന്നുകൊണ്ടിരിക്കുന്നു. പ്രാഥമികമായ ഫസ്റ്റ് എയ്ഡ് ഈ നെടുമങ്ങാട് ആശുപത്രിയിൽ നിന്ന് നൽകിയതിന് ശേഷമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് അവരേക്ക് അയച്ചത്. അതിൽ തന്നെ ആദ്യഘട്ടത്തിൽ എത്തിയ ആളുകളെ മന്ത്രി തന്നെ നേരിട്ട് കണ്ടിരുന്നു, നേരിട്ട് സന്ദർശിച്ചു. അതിനുശേഷം അവരുടെ ആരോഗ്യസ്ഥിതി വിലയിരുത്തി. അതിനുശേഷം ഡോക്ടർമാരുമായി സംസാരിച്ചു. അങ്ങനെ ആശങ്കപ്പെടേണ്ട സാഹചര്യമുള്ള ആരെയും ഇവിടേക്ക് കൊണ്ടുവന്നിട്ടില്ല എന്നുള്ളൊരു ആശ്വാസകരമായ വാർത്തയാണ് നമുക്ക് ആ നിലയിൽ ലഭിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കുട്ടികൾ ഉൾപ്പെടെ അവിടേക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ആശ്വാസകരമായ വാർത്ത ഈ രാത്രി അവസാനിക്കുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയും എന്നുള്ളതാണ്. ഇപ്പോൾ കൈയൊടിഞ്ഞിട്ടുള്ളവരുണ്ട്, പ്രായം ചെന്നവർ. നമ്മൾ പൂർണ്ണമായും മുഴുവൻ കുട്ടികളല്ല ആ വാഹനത്തിൽ ഉണ്ടായിരുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ.